ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബോട്ടിൽ ആർട്ട് തന്നെയാണ് കേട്ടോ. ഒന്നല്ല, ഒരു 5 ബോട്ടിൽ ആർട്ടാണ്. ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന 5 ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു ബോട്ടിൽ ആർട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ആക്രിലിക് പെയിൻറ്റിൽ ബ്ലൂ കളർ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ബേസ് കോട്ട് അടിച്ചു കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ അതിൻ്റെ ഒരു നടുക്ക് ഭാഗത്തേക്ക് പെയിൻറ്റ് ചെയ്യാനായിട്ട് ബ്ലൂവും വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് നല്ലൊരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് ആക്കി എടുത്തിട്ട് അപ്പോൾ അത് വെച്ചിട്ടൊന്നിങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. ഇതിപ്പോൾ ഞാൻ 2 കോട്ടൊക്കെ അടിച്ച് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് വേണ്ടത് വൈറ്റ് കളർ ആക്രിലിക് പെയിൻ്റ് ആണ്. എന്നിട്ട് അത് ഞാനൊരു ട്രേയിലേക്ക് 2 ഡ്രോപ്പ് ആക്കിയിട്ട് ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ ആ ഒരു ഡ്രോപ്പിലേക്ക് ഞാൻ ചെറുതായിട്ട് കുറച്ച് യെല്ലോ കളറും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലൊരു ലൈറ്റ് ബ്ലൂ ആക്കി എടുക്കുകയാണ്. എന്നിട്ട് നമ്മളൊരു ബഡ്സ് ഉപയോഗിച്ചിട്ട് അതുകൊണ്ട് ഇങ്ങനെ ഇതുപോലെ 5 ഡോട്ട് ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഒരു ഫ്ലവറിനെ പോലെ കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരുപാടല്ല, അങ്ങനെ ഇടയ്ക്കിടയ്ക്കായിട്ടൊക്കെ ആ ഒരു ബ്ലൂ കളറിൽ ഫ്ലവേഴ്സ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത ഒരു വൈറ്റ് കളർ പെയിൻറ്റിലേക്ക് ഞാൻ റെഡ് കളർ ഇങ്ങനെ കുറച്ചൊന്നിങ്ങനെ മിക്സ് ചെയ്തിട്ട് നല്ലൊരു ലൈറ്റ് പിങ്ക് ആക്കി എടുക്കുകയാണ്. എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ബഡ്സ് കൊണ്ട് ഇങ്ങനെ കുറച്ച് ഫ്ലവേഴ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു ലൈറ്റ് ബ്ലൂ കളറിൻ്റെ അടുത്ത്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു ഡാർക്ക് പെയിൻറ്റ് ചെയ്തിട്ടുള്ള ഒരു ഭാഗത്ത് ലൈറ്റ് ബ്ലൂവും പിന്നെ അതുപോലെ പിങ്കും വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് ഫ്ലവേഴ്സ് ചെയ്തു. പിന്നെ അതുപോലെ നമ്മൾ അതിൻ്റെ ഒരു ലൈറ്റ് ബ്ലൂ പെയിൻറ്റ് ചെയ്തിട്ടുള്ള ബോട്ടിലിൻ്റെ ഒരു ഭാഗത്തേക്ക് യെല്ലോ കളർ വെച്ചിട്ട് കുറച്ച് ഫ്ലവേഴ്സ്, പിന്നെ മെറൂൺ കളർ, വൈറ്റ് കളർ, ഒരു ഡാർക്ക് ബ്ലൂ, അപ്പോൾ അങ്ങനെ വെച്ചിട്ട് കുറച്ച് ഫ്ലവേഴ്സും കൂടെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ നടുക്കൊക്കെ ആയിട്ട് ഞാൻ യെല്ലോ കളർ വെച്ചിട്ട് ആ ഒരു ഫ്ലവറിൻ്റെ നടുക്കും ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ തിന്നായിട്ടൊരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ഇതിന് ചെറുതായിട്ടൊരു ലീവ്സും കൂടെ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ സാപ്ഗ്രീൻ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ആ ഒരു ലൈറ്റ് ബ്ലൂ കളറിലേക്ക് ഇങ്ങനെ കുറച്ച് സാപ്ഗ്രീൻ വെച്ച് ചെയ്തപ്പോൾ നല്ലൊരു അട്രാക്ഷൻ ഉണ്ട്. പക്ഷേ ആ ഒരു ഡാർക്ക് ബ്ലൂയിലേക്ക് സാപ്ഗ്രീനോട് അത്രക്കൊരു അട്രാക്ഷൻ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചെറുതായിട്ടൊരു യെല്ലോ കളറും കൂടെ മിക്സ് ചെയ്തിട്ട് നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഗ്രീൻ ആക്കിയിട്ട് അങ്ങനെയാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഫ്ലവേഴ്സും ലീവ്സൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നല്ലൊരു ഭംഗിയായിട്ടുള്ളൊരു ബേസ് കോട്ടും ഫ്ലവേഴ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ചെറുതായിട്ടൊരു ഡെക്കറേഷൻസ് കൂടെ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒരു കുഞ്ഞ് ബട്ടർഫ്ലൈ പോലെ ചെറുതായിട്ടൊന്നിങ്ങനെ ചെയ്ത് കൊടുക്കണം. 2 കുഞ്ഞ് ബട്ടർഫ്ലൈ ആയിട്ട് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്തു. എന്നിട്ട് ഞാനതൊന്നിങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടോ ആ ഒരു ഭാഗം ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ കുറേ ഫ്ലവേഴ്സും ബട്ടർഫ്ലൈസൊക്കെ ഉള്ളൊരു നല്ലൊരു ഗാർഡൻ പോലുള്ള ഒരു ബോട്ടിലായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ഭംഗിയുണ്ടല്ലേ കാണാൻ. ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു ബട്ടർഫ്ലൈക്ക് 2 ആൻറ്റിനെയും കൂടെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ബ്ലാക്ക് കളർ വെച്ചിട്ട് ആ ഒരു ലൈറ്റ് ബ്ലൂ ഭാഗത്തുള്ള ഒരു ബട്ടർഫ്ലൈക്ക് ആൻറ്റിനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ ഒരു ഡാർക്ക് ബ്ലൂവിൻ്റെ അവിടെ ബ്ലാക്ക് ചെയ്തിട്ട് കാണുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ വൈറ്റ് കളർ വെച്ചിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ നമ്മളുടെ വളരെ സിമ്പിളായിട്ടുള്ള ബഡ്സ് മാത്രം വെച്ചിട്ട് പെയിൻറ്റ് ചെയ്യുന്ന ക്യൂട്ടായിട്ടുള്ളൊരു ബോട്ടിലായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ബോട്ടിലായിട്ട് തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസിൻ്റെ ബോട്ടിൽ എടുത്തിട്ട് അപ്പോൾ അതിലേക്ക് വൈറ്റ് കളർ ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ടൊന്ന് ഇങ്ങനെ ബേസ് കോട്ട് അടിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ ബോട്ടിലേക്ക് ലെമൺ യെല്ലോ വെച്ചിട്ടൊന്ന് ഫുള്ളായിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനൊരു 2 കോട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴേ നല്ലൊരു ബ്രൈറ്റ് ആയിട്ടൊരു കളർ കിട്ടുള്ളൂ. പിന്നെ ഞാൻ ഇവിടെ എടുത്തുള്ളത് ഒരു പോയിൻറ്റഡ് ആയിട്ടുള്ള ഒരു ബ്രഷാണ്. പിന്നെ ബ്ലാക്ക് കളർ ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊരു ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. വളരെ സിമ്പിളായിട്ടൊരു ഡിസൈനാണ് കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഒരു ലൈന് വരച്ചു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ 2 കുഞ്ഞ് ഡോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു ബോട്ടിലേക്ക് കംപ്ലീറ്റ് ആയിട്ടും ചെയ്ത് കൊടുക്കുകയാണ്. വളരെ ഈസി ആയിട്ടുള്ള ബോട്ടിലായിട്ടാണ്, പക്ഷേ എന്നാൽ നല്ല ഭംഗിയാണ് കേട്ടോ അത് കാണാനായിട്ടും. അങ്ങനെ ഞാനിപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടും ചെയ്തെടുത്ത് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ ഈ ഒരു ബോട്ടിലായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് യെല്ലോ കളറിൽ മാത്രമല്ല കേട്ടോ, റെഡ് കളറും ബ്ലൂ കളറിലൊക്കെ ചെയ്താലും നല്ലൊരു ഭംഗി ഉണ്ടാവും. ഇനി നമുക്ക് 3ാമത്തെ ബോട്ടിലായിട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നമ്മൾ പാഷൻ ഫ്രൂട്ട് ഉണ്ടല്ലോ, അപ്പോൾ അതാണ്. അപ്പോൾ അതിങ്ങനെ നടുക്ക് ഭാഗം കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ഒരു പൾപ്പൊക്കെ മാറ്റിയിട്ടുള്ള ഒരു തൊലി ഉണ്ടല്ലോ, ഒരു സ്പോഞ്ച് പോലെ ഇരിക്കും. അപ്പോൾ നന്നായിട്ട് നമ്മളൊന്ന് ഡ്രൈ ആക്കി എടുക്കുകയാണ്. അപ്പോൾ ഞാൻ അതെടുത്തിട്ട് ആദ്യം ഒരു 4 എണ്ണം എടുത്തിട്ട് ഇങ്ങനെ അതിൽ നിന്ന് ഇങ്ങനെ ചെറിയൊരു ഫ്ലവർ പോലെ ആദ്യം നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ആ ഒരു ഇതെടുത്തിട്ട് ഇങ്ങനെ ഒരു 5 പീസായിട്ടൊന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഫുള്ളായിട്ട് കട്ട് ചെയ്യരുത്, അതിൻ്റെ ഒരു സെൻറ്റർ വരെ. എന്നിട്ട് നമ്മൾ ആ ഓരോ പീസസും ഇങ്ങനെ പെറ്റലിൻ്റെ ഷേപ്പിലായിട്ടൊന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പാറ്റേണിൽ നമ്മൾ നേരത്തെ ചെറുനാരങ്ങയുടെ തൊലി വെച്ചിട്ടൊരു ഫ്ലവേഴ്സൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സെയിം മെത്തേഡിൽ തന്നെയാണ് ഇതിലും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഞാനൊരു 3 ഫ്ലവർ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനതൊരു ക്രിംസൺ റെഡ് വെച്ചിട്ടൊന്നിങ്ങനെ പെയിൻറ്റും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ആ ഒരു ബോട്ടിലൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ബോട്ടിൽ നമ്മൾ കടയിൽ നിന്നൊക്കെ സാധനം വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഒരു ബ്രൗൺ പേപ്പർ ഉണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ടാണ് കേട്ടോ ഫുള്ളായിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളതും പാഷൻ ഫ്രൂട്ടിൻ്റെ തൊലി ഡ്രൈ ആക്കി എടുത്തിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ അത് ഞാനിത് ഇതുപോലെ ചെറിയ പീസായിട്ടൊന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഞാൻ ഈ ഒരു ബോട്ടിലേക്ക് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫെവിബോണ്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ഈ ഒരു പീസസ് ഇങ്ങനെ ബോട്ടിലിൻ്റെ നടുക്ക് ഭാഗത്ത് ഇങ്ങനെ ഒഴിച്ചിട്ടുണ്ട്, ബാക്കി ഭാഗത്തൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ബ്ലാക്ക് കളർ ഇനാമൽ പെയിൻറ്റ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്.
പിന്നെ ഈ ഒരു ബ്ലാക്ക് കളർ പെയിൻറ്റ് നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിന് ശേഷം ഞാൻ മെറ്റാലിക് കോപ്പർ വെച്ചിട്ട് ആ ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ പീസസിൽ ഫുള്ളായിട്ടൊന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ തൊലി കൊണ്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ അത് ഞാൻ ഈ ബോട്ടിലിൻ്റെ നടുക്ക് ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു 3 വീതം ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഒരു നടുക്കൊരു പൂമ്പൊടിയുടെ ഒരു എഫക്റ്റ് കിട്ടാനായിട്ട് ഞാൻ ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ സീഡ്സ് തന്നെയാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചുമ്മാ കളയുന്ന പാഷൻ ഫ്രൂട്ടിൻ്റെ തൊലി വെച്ചിട്ട് നല്ലൊരു അടിപൊളി ബോട്ടിലായിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. നല്ലൊരു ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ 4ാമത്തെ ബോട്ടിലായിട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു ഗ്ലാസിൻ്റെ ബോട്ടിലാണ്. എന്നിട്ട് ഞാൻ ആ ഒരു ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഇങ്ങനെ ബ്ലാക്ക് കളർ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ത്രെഡാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കട്ടിയുള്ള ഏത് ത്രെഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ അത് നമ്മളൊരു സിമ്പിളായിട്ടുള്ളൊരു പാറ്റേൺ ആയിട്ടൊന്ന് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് എക്സെൽസ് ആണ്. അപ്പോൾ നമ്മൾ ഈ എക്സെൽസ് ഈ ഒരു ബോട്ടിലേക്ക് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ പീസായിട്ട് ബോട്ടിലിലെ ഒരു നടുക്ക് ഭാഗത്ത് മാത്രമായിട്ടാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ മേലെയും താഴെയായിട്ട് ഇങ്ങനെ ഒരു പാറ്റേൺ പോലെ ചെയ്തല്ലോ, അപ്പോൾ ആ ഒരു ത്രെഡ് ഒട്ടിക്കാത്ത ആ ഒരു നടുക്ക് ഭാഗത്ത് മാത്രം നമ്മൾ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഇങ്ങനെ എക്സെൽ ഒട്ടിച്ച് റെഡിയാക്കി എടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ടും എക്സെല്ലൊക്കെ ഒട്ടിച്ച് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കത് ഫുള്ളായിട്ടൊന്ന് ഇങ്ങനെ ബ്ലാക്ക് കളർ പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിവിടെ എക്സെല്ലിൽ മാത്രം പെയിൻറ്റ് ചെയ്താൽ മതി, കാരണം ബോട്ടിൽ ഓൾറെഡി നമ്മൾ പെയിൻറ്റൊക്കെ ചെയ്ത് ഡ്രൈ ആക്കി എടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ബ്ലാക്ക് കളർ പെയിൻറ്റൊക്കെ ചെയ്ത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ, കാണാൻ നല്ലൊരു ഗ്ലൈസിങ് ഒക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിതിന് ചെറുതായിട്ട് ഒരു ആൻറ്റിക് ലുക്കൊക്കെ വരുത്താൻ വേണ്ടിയിട്ട് ഞാനിവിടെ മെറ്റാലിക് സിൽവർ, അതുപോലെ മെറ്റാലിക് കോപ്പർ, മെറ്റാലിക് ഗോൾഡ്, ഈ ഒരു 3 കളേഴ്സ് വെച്ചിട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഇതിൽ ആ ഒരു ബോട്ടിലെ താഴെ ഭാഗത്തൊന്നും ചെയ്യുന്നില്ല, നമ്മൾ ആ ഒരു എക്സെല്ലിൽ മാത്രമായിട്ടാണ് ഒരു ആൻറ്റിക് ലുക്ക് വരുത്തുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളിത് കംപ്ലീറ്റ് ആയിട്ടും ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമ്മൾ എക്സെല്ലിൽ വെച്ചിട്ട് ചെയ്യുന്ന ഒരു ബോട്ടിലായിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പാറ്റേൺ തന്നെ ചെയ്യണമെന്നില്ല കേട്ടോ, ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് അടുത്തൊരു ബോട്ടിലായിട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ഗ്ലാസിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഒരു ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ടും ബ്ലാക്ക് കളർ ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ടൊന്ന് ബേസ് കോട്ട് അടിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം വൈറ്റ് കളർ ഒരു ബേസ് കോട്ട് അടിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മേലെ ബ്ലാക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 കോട്ട് ബ്ലാക്ക് അടിച്ചിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്തതാണ്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലുള്ള ഒരു കവറാണ്. അപ്പോൾ നമ്മളൊരു കവർ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇങ്ങനെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഉരുട്ടി വെക്കുകയാണ്. അപ്പം നമ്മൾ ഒരു ഇങ്ങനെ പ്രസ് ചെയ്യുന്നൊക്കെ സമയത്ത് ഒരു സൗണ്ടുള്ള ടൈപ്പ് കുറച്ച് കട്ടിയുള്ള കവർ ഉണ്ടല്ലോ, ആ ഒരു കവർ നോക്കിയിട്ട് എടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ അതിലേക്ക് വൈറ്റ് കളർ ആക്രിലിക് പെയിൻറ്റ് ഇങ്ങനെ കുറച്ചൊന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കണം അതിൻ്റെ ഒരു മേലെ ഭാഗത്ത്. എന്നിട്ട് നമ്മൾ അത് ബോട്ടിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുമ്പ് നമ്മൾ അതിലധികം പെയിൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ആദ്യം നമ്മളൊരു പേപ്പറിലൊക്കെ ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരുപാടുള്ള പെയിൻറ്റ് അങ്ങ് പോകുമല്ലോ. എന്നിട്ട് നമ്മളിതുപോലെ ബോട്ടിലേക്ക് ഇങ്ങനെ ഒന്ന് ഫുള്ളായിട്ട് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഞാൻ ഈ ബോട്ടിലേക്ക് കംപ്ലീറ്റ് ആയിട്ടും ചെയ്ത് കൊടുത്ത് ബോട്ടിൽ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിത് ആ ഒരു പെയിൻറ്റൊക്കെ ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ ഒരു വാർണിഷ് പോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫെവിക്കോളും വെള്ളം കൂടെ 2:1 റേഷ്യോയിലൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്തിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പിക്ചർ വാർണിഷ് കയ്യിലുണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി അല്ലാതെ വുഡ് വാർണിഷ് ആണെന്നുണ്ടെങ്കിൽ അതൊരു വൈറ്റ് കളറിൻ്റെ ഒരു കളറൊക്കെ പോകും. അപ്പോൾ അങ്ങനെയും നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു ഫെവിക്കോളൊക്കെ വെച്ച് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഭംഗിയായിട്ടുണ്ട്. ഒരു മാർബിൾ എഫക്റ്റാണ് നമ്മളൊരു ബോട്ടിലിന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് പല കളറിൽ ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മളുടെ 5 ബോട്ടിലായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതുപോലെ ഇവിടെ വന്നിട്ടുള്ള ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ.